നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 503rd day. Today 6th chapter 103rd sloka. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 503 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 103ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 103ാമത്തെ ശ്ലോകം. ഓം. അസാരി സംസാരി വിഷയവിഷസംഘാകുലധിയ, ക്ഷണാർദ്ധം ക്ഷേമാർദ്ധം പിബത ശുഗാധാതുലസുധാം, കിമർത്ഥം വ്യർത്ഥം വോ വ്രജത കുബധേ കുൽസിതകഥേ, പരീക്ഷി സാക്ഷീയ ശ്രവണഗത മുക്തിയുക്തികഥനേ. ഓം തത്സത്. അസാരേ സംസാരേ വിഷയവിഷസംഘാകുലധിയ, ക്ഷണാർദ്ധം ക്ഷേമാർദ്ധം പിബത ശുഗാധാതുലസുധാം, കിമർത്ഥം വ്യർത്ഥം വോ വ്രജത കുബധേ കുൽസിതകഥേ, പരീക്ഷി സാക്ഷീയ ശ്രവണഗത മുക്തിയുക്തികഥനേ. ഓം തത്സത്. സൂതൻ വീണ്ടും പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, ഈ സാരഹീനമായ സംസാരത്തിൽ, അതായത് ഒരു അർത്ഥവുമില്ലാത്ത, ഒരു സാരമില്ലാത്ത ഈ ഭൂലോകത്തിൽ, ഈ ലൗകിക സുഖങ്ങളിൽ ആസക്തിയായിട്ട്, വിഷയങ്ങളാകുന്ന ലൗകിക സുഖങ്ങളിൽ ആസക്തിയായിട്ട് ക്ലേശിക്കുന്ന ബുദ്ധിവൃത്തികളോട് കൂടിയിട്ടുള്ള ജനങ്ങളെ, നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഈ ശുഗമുനിയാൽ നിർമ്മിക്കപ്പെട്ട ഈ ഗാഥയെ ശ്രദ്ധിക്കൂ, ഈ ഗാനത്തെ ശ്രദ്ധിക്കൂ. ഇത് അമൃതത്തേക്കാൾ ആസ്വാദം. പ്രഭത ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം, ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷണമെങ്കിലും ഈ ശുഗഗാഥ തുലസുധാം, സുധാം എന്ന് പറഞ്ഞാൽ അമൃത്, അമൃതിന് തുല്യമായിട്ടുള്ള ശുഗനാൽ ഗാനം ചെയ്യപ്പെട്ടിട്ടായിട്ടുള്ള ഈ ഭാഗവതത്തെ ഒരല്പസമയമെങ്കിലും നിങ്ങൾ സേവിപ്പിൻ. നിങ്ങൾക്ക് അത്യധികം നന്മ ലഭിക്കും. ഇത് പരമശ്രേയസിനെ നൽകും. അത്യധികം എന്നല്ല, ഏറ്റവും ഉത്തമമായിട്ടുള്ള ശ്രേയസിനെ ഈ ശുഗഗാഥ, അതായത് ശ്രീമദ് മഹാഭാഗവതം നൽകും. കുൽസിത കഥകൾ കൊണ്ട്, അതായത് കുൽസിത കഥ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള മറ്റ് വൈരാഗ്യങ്ങളും മറ്റുള്ള ശത്രുക്കളായിട്ടുള്ളവരെ കൊണ്ടുള്ള, അതായത് കാമം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കഥകൾ കൊണ്ട് വ്യാമോഹിപ്പിക്കുന്ന മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ പരിഭ്രമിക്കാതിരിക്കുക. അതുകൊണ്ട് ഫലം ഒന്നും തന്നെ ലഭിക്കുകയില്ല. കിമർത്ഥം വ്യർത്ഥം വോ വ്രജത കുബധേ കുൽസിത കഥ. ഈ കുൽസിത കഥകൾ കേൾക്കുന്നത് വ്യർത്ഥമാണ്, അത് നമുക്ക് നാശമാണ് ചെയ്യുക. ഭാഗവത ശ്രവണത്താൽ മുക്തി ലഭിച്ച പരീക്ഷിത്ത് സാക്ഷിയാണ്. ഭാഗവത ശ്രവണത്താൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി ലഭിക്കും എന്നുള്ളതിന് മഹാരാജാവ് തന്നെ സാക്ഷിയാണ്. അതായത് പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ശുഗബ്രഹ്മർഷി തന്നെ നേരിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ശ്രീമദ് മഹാഭാഗവത കഥ ഉപദേശിക്കുകയും മരണത്തെ ഒട്ടും പോലും ഭയപ്പെടാതെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഭഗവാനിൽ തൻ്റെ മനസ്സർപ്പിച്ച് മുക്തി നേടാൻ സാധിക്കുകയും ചെയ്തു. ആ കഥ തന്നെ ഇതിന് സാക്ഷിയാണ്. അതുകൊണ്ട് ജനങ്ങളെ, അവിടെ ഇരിക്കുന്ന സൂതന്മാരെയും മറ്റ് മഹാജനങ്ങളെയും എല്ലാം
വിളിച്ചു പറയുകയാണ് സൂതൻ. ഹലോ എല്ലാവരും, ഈ ശ്രീമദ് മഹാഭാഗവത, അമൃതമാകുന്ന ശ്രീമദ് മഹാഭാഗവത അല്പമെങ്കിലും കേട്ട് ആസ്വദിക്കൂ, കുടിച്ച് ആസ്വദിക്കൂ. മറ്റുള്ള കഥകളും മറ്റുള്ളതും വായിക്കുന്നത് നിർത്തൂ. അതിൽ നിന്ന് നിങ്ങൾക്കൊട്ടും നന്മ ലഭിക്കുകയില്ല. ഈ ശ്രീമദ് മഹാഭാഗവതമാണ് പരമശ്രേയസ്കരമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കൂ എന്ന് വീണ്ടും വീണ്ടും സൂതൻ വിളിച്ചു പറയുകയാണ്. അത് ശൗനകാദികൾക്ക് മാത്രമായിട്ടല്ല, നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇപ്രകാരം പറഞ്ഞ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. അസാരേ സംസാരേ വിഷയവിഷസംഘാകുലധിയ ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം പിബത ശുഗാധാതുലസുധാം. അമൃതാകുന്ന ആ ബ്രഹ്മർഷിയുടെ ആ കഥയെ കുടിക്കൂ, പിബത കുടിക്കൂ എന്നാണ് പറയുന്നത്. കിമർത്ഥം വ്യർത്ഥം ഭോ രജതകുപതി കുൽസിതകഥേ പരീക്ഷി സാക്ഷീയ ശ്രവണഗത മുക്തിയുക്തികഥനേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.